മോർണിംഗ്. സന്തോഷിന്റെ ഫസ്റ്റ് UK ട്രിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ UK എക്സ്പീരിയൻസ്? UK എത്രയോ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു UK കാണണം എന്നത്. അപ്പോൾ ഈ വർഷമാണ് 2026 അത് സംഭവിച്ചത്. UK എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളതിൻ്റെ ബ്രിട്ടൻ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പല സിനിമകളിലും കണ്ട UK ഉണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോളൊക്കെ നടക്കുമ്പോൾ ലിവർപൂളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക്, ലിവർപൂളും മാഞ്ചസ്റ്ററും ഒക്കെ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞ നഗരങ്ങളായിരുന്നു. അങ്ങനെ ലിവർപൂളിലാണ് ആദ്യമായിട്ട് ഞാൻ മാഞ്ചസ്റ്ററിൽ എയർപോർട്ടിൽ വന്നിറങ്ങി. അവിടുന്ന് ലിവർപൂളിലെത്തി. ഈ മാസം 7-ാം തീയതി ലിവർപൂളിൽ എൻ്റെ സോളോ ഡ്രാമ പെർഫോമൻസ് ഉണ്ടായി. ആദ്യമൊക്കെ എനിക്ക് കുറച്ചൊരു ആകുലത ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഇവിടുത്തെ മലയാളികൾ എങ്ങനെയാണ് ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സോളോ ഡ്രാമ ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് പുതിയ കാലത്തെ കുട്ടികളൊക്കെ ഏറെയുണ്ട്. ഒരു വലിയ ഡാൻസ് പ്രോഗ്രാമായിരുന്നു. സരിഗമ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളായിരുന്നു മഴവില്ല് എന്ന് പറയുന്ന അവരുടെ 3ാമത് എഡിഷൻ. അതിൻ്റെ ഭാഗമായാണ് ഈ നാടകം സംഘടിപ്പിച്ചത്. പക്ഷേ എൻ്റെ ചിന്തകളെയൊക്കെ അസ്ഥാനത്താക്കിയായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം. നല്ല കലകളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന നല്ല മനസ്സുകളുണ്ട് എന്നത് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. മലയാളികൾ മാത്രമല്ലായിരുന്നു, ഇവിടുത്തെ ഇംഗ്ലീഷ് പൗരന്മാരടക്കം ഒരു 7-8 പേർ മുഴുവൻ സമയവും നമ്മുടെ കേരളത്തിൻ്റെ ക്ലാസിക് ഫോം ഭരതനാട്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ഡാൻസ് പ്രോഗ്രാം അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ പ്ലേ അവതരിപ്പിച്ചത്. അതെനിക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കലയെയും സാംസ്കാരികതയെയും പൊതുവെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് പൊതുവെ മലയാളികളെന്നും തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ലിവർപൂളിലെ പരിപാടി ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റിയെന്ന്. എന്താണ് ഈ സോളോ ഡ്രാമയിലേക്കൂടെ നിങ്ങൾ നൽകുന്ന, എന്താണ് ഈ സോളോ ഡ്രാമയിലേക്കൂടെയുള്ള ചെയ്യുന്നത്? അല്ല, ഇതൊരു തിയേറ്ററാണ്. അറിയാലോ, തിയേറ്ററിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ജൈവ കലയാണ്. നാടകം എന്നും മാനവരാശി ഉള്ളിടത്തോളം ഈ കല എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും സാങ്കേതിക യുഗത്തിൽ AI കാലത്ത് നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് എല്ലാ മേഖലയിലും ഈ AI ആധിപത്യം ഉറപ്പിക്കുമ്പോൾ സ്റ്റേജിൽ ആക്ടർ തന്നെയാണ് രാജാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജൈവികത, കാണുന്ന ഓഡിയൻസും പച്ചയായ മനുഷ്യരാണ്, സ്റ്റേജിൽ ഉള്ള നടീനടന്മാരും പച്ചയായ മനുഷ്യരാണ്. ഇവർ തമ്മിലുള്ള ഡയറക്റ്റുള്ള കമ്മ്യൂണിക്കേഷനാണ്. കണ്ണുകളിലേക്ക് നോക്കി, കാതിൽ നോക്കി പറയുന്നു, കണ്ണുകളിൽ നോക്കി ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി, ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതൊരു ജൈവ കലയാണ് എന്നുള്ളതാണ്. ആ ജൈവികത നിലനിർത്തുക എന്നത്, കാരണം മറ്റേ വിഷ്വൽ മീഡിയയുടെ ഒരു വലിയൊരു തള്ളിക്കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. ഒരുപക്ഷെ നമ്മളെല്ലാവരും, കാരണം ഈ മൊബൈൽ ഫോണും ഒക്കെ വന്നതോടുകൂടി, ഗൂഗിളും ഇൻ്റർനെറ്റൊക്കെ ഇവിടെ സർവ്വവ്യാപിയായതോടുകൂടി നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്ന വെറും സ്ക്രീനിലേക്കാണ്. അതിൽ കുറച്ച് സമയം നമ്മൾ മനുഷ്യരിലേക്ക്, മനുഷ്യ ജീവിതത്തിലേക്ക് ഡയറക്റ്റ് തുറന്നു പിടിക്കാൻ പറ്റുമെന്നതാണ് തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സോളോ ഡ്രാമ എന്ന് പറയുന്നത് ഒരുപാട് അറിയാലോ. ഇപ്പം നമ്മുടെ ഓട്ടം തുള്ളൽ, അതൊരു സോളോ ഇതാണ്, തിയേറ്ററാണ്. കഥകളിലും സിംഗിളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ വിവിധ കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ വിവിധ മാനസിക സഞ്ചാരങ്ങളിലൂടെ ഒരു ആക്ടർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു എന്നത് ആണ് സോളോ ഡ്രാമ കൊണ്ടുള്ള ഏറ്റവും വലിയ, അത് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നതും അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നതും. അത് 1.5 മണിക്കൂർ നേരം പ്രേക്ഷകനെ ഒരാളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നു എന്നത് വലിയ ടാസ്ക്കാണ്. പക്ഷെ അതൊരു പരിധിവരെ വിജയിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. അതായത് അപ്പം നേരിട്ട് ജനങ്ങളോട് സംവേദിക്കാൻ പറ്റുന്നു എന്നതാണ് ഡ്രാമകളുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് നമുക്ക് തോന്നിയത്. പക്ഷെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് ഒരുപക്ഷെ നേരിട്ടുള്ള ഈ സംവേദനങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചു കാലം മുമ്പ് സന്തോഷിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിലിടന്നു പോകാവുന്ന ഒരു തെരുവ് പെർഫോമൻസ് പോലും ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെടുന്ന മധുവിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു കലാകാരനായിട്ട് അന്ന് TV-കളിലേക്കൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജയിലിലകപ്പെട്ട ജീൻവാൽ ജീനിൻ്റെ കഥ
നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിപ്പോയൊരു സംഭവമായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് കൂടിയാണ് നമ്മളൊക്കെ അന്നത്തെ തലമുറ മുന്നോട്ടേക്ക് പോയത്. പക്ഷെ അവിടെ നിന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളെ കൺമുമ്പിൽ അത്തരത്തിലൊരു ഇത് നടക്കുന്ന സമയത്ത് സന്തോഷമുള്ള ഒരു പെർഫോമർ വന്നു ചെയ്തു. പക്ഷേ പൊതുവെ നമ്മുടെ സാംസ്കാരിക രംഗം അതിനെ കുറെ കൂടി അത്തരത്തിലുള്ളതിന് വേണ്ടി ശബ്ദമുയർത്തും, തെരുവുകളിലും സമൂഹത്തിലും സമാജത്തിലും ഇറങ്ങി വീണ്ടും ഇത്തരത്തിലുള്ള തെറ്റുകൾക്കെതിരെ, ഏത് തെറ്റുകളായി കഴിഞ്ഞോട്ടെ, അതിനെതിരെ പ്രതികരിക്കേണ്ട ആവശ്യകതയില്ലേ? അതിലേക്ക് ഓരോ സാംസ്കാരിക നേതൃത്വം അല്ലെങ്കിൽ പെർഫോമറും ഒക്കെ രംഗത്ത് വരേണ്ട ഒരു ആവശ്യകതയില്ലേ? അതിൽ ഹാറ്റ്സ് ഓഫ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു സംഭവമായിരുന്നു. സന്തോഷമുള്ള ഒരാൾ അതിലൊരു തിരക്കുള്ള സമയത്തും അതിനു വേണ്ടി ഇത് ചെയ്തു എന്ന്. പക്ഷെ ഇനിയുള്ള തലമുറകളൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യകത യഥാർത്ഥത്തിലില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചർച്ചയുടെ തുടക്കത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വലിയൊരു ഡിജിറ്റൽ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതികരണങ്ങളൊക്കെ ഒരു കാലത്ത് ഇത് തന്നെയായിരുന്നു. കാരണം ഞാൻ എന്തുകൊണ്ട് സ്ട്രീറ്റ് പ്ലേയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് സഫ്തർ ഹാഷ്മി ആയിരുന്നു. ഡൽഹിയിലെ സാധാരണക്കാർ, അവിടുത്തെ ഓട്ടോ റിക്ഷ വണ്ടി ഓടിക്കുന്നവർ മുതൽ കൈവണ്ടി വലിക്കുന്നവർ മുതൽ, അല്ലെങ്കിൽ ഏറ്റവും സാധാരണ ജനങ്ങൾ പൊതുഗതാഗതമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക, അവിടുത്തെ ട്രാൻസ്പോർട്ടൊക്കെയാണ്. പെട്ടെന്നായിരിക്കാം ഭരണകൂടം ടിക്കറ്റ് ചാർജ് ഉയർത്തുന്നു, ഇല്ലെങ്കിൽ ഓട്ടോ അവർക്ക് പാർക്കിംഗ് സംവിധാനം ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞ് സാധാരണക്കാർക്ക് ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ടീം, ജനനാട്യ മഞ്ച് എന്ന് പറയുന്ന ടീം, അവർ പെട്ടെന്ന് അത് ഒത്തുചേരുന്നു. വൈകുന്നേരം ഒരു തിയേറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്ലേയിലൂടെ ഈ വിഷയം, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭരണകൂടത്തെ അറിയിക്കുന്നു. ഭരണകൂടം ഉടൻ അതിൽ തീരുമാനമെടുക്കുന്നു. കാരണം ഒരു സ്ട്രീറ്റ് പ്ലേ തെരുവിൽ അരങ്ങേറുമ്പോൾ അത് ഭരണകൂടത്തിന് മനസ്സിലാകും ജനങ്ങളുടെ രോഷം, പ്രതികരണം, റോഡുകൾ ബ്ലോക്ക് ആകുന്നു. അങ്ങനെ സഫ്തർ ഹാഷ്മിയെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ എനിക്കും അങ്ങനെ ഒരു 1-2 സ്ട്രീറ്റ് പ്ലേ പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രതികരണങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ അതിനൊട്ടും വില കുറച്ച് കാണുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് ഒരുപാട് ആൾക്കാർ ചേർന്നുകൊണ്ട് ചില റിപ്പോർട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പല വിഷയങ്ങളിലും അധികാരികൾ കണ്ണ് തുറക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊരു ഗുണമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ദോഷം എന്ന് പറയുന്നത് ഫേക്ക് ഐ ഡി വെച്ചുകൊണ്ട് ഈ ലോകത്ത് ആർക്കെതിരെയും എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയാമെന്നും ആർക്കെതിരെയും എന്ത് അലിഗേഷനും ഉണ്ടാക്കാമെന്നും തരത്തിലേക്കും അത് വഴിമാറിപ്പോകുന്നു. പക്ഷെ മറ്റേതല്ല, ഞാൻ പറഞ്ഞ പോലെ നേരിട്ട് പ്രതികരിക്കുകയാണ്. അത് ഒരുപക്ഷെ നമുക്കവിടെ മറവില്ല. അതൊരു അതിൻ്റെ ഒരു വിൽ പവർ ഉണ്ടാക്കുക, പ്രതികരണ ശേഷി ഉണ്ടാക്കുക എന്നത് അത് ഒരു കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ജെൻസി തലമുറയ്ക്കും അതില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ അതുപോലെയുള്ള മീഡിയകളെ ഇത് മുഴുവൻ നമ്മുടെ ഈ ഡിജിറ്റൽ ഫോർമാറ്റേക്ക് മാറുന്നത് കൊണ്ടുള്ള ഒരുപക്ഷെ എന്നെ പോലുള്ള ഒരാൾക്ക് ആ ഒരു കാലഘട്ടത്തിലൂടെ ജനിച്ചു വളർന്നത് കൊണ്ട് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ട് ഒരുപാട് സമരങ്ങൾ നേരിട്ട് കണ്ടു, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രതികരണ സ്വഭാവം ഉണ്ടായിരിക്കണം, പ്രതികരണ ശേഷി ഉണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് എവിടെ ഇരുന്നിട്ടും നമുക്ക് ഒരു ട്വിറ്ററിലൂടെയോ അല്ലെങ്കിൽ ഒരു FBയിലൂടെയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി നേരിട്ട് ചെന്ന് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറയുകയും മനുഷ്യരൊക്കെ ഒത്തുചേരുകയും, അങ്ങനെയാണല്ലോ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലും ഉണ്ടായത്. അതുപോലെ തന്നെയാണ്. അതുപോലെ ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരായി എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരുപാട് അസ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാം. പക്ഷെ ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ നല്ല പ്രത്യാശയോട് കൂടി തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഒരു ഘട്ടം വന്നാൽ ഈ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നേരിട്ട് തെരുവിലിറങ്ങുകയും പ്രതികരണം നടത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അപ്പം സന്തോഷിന്റെ നാട്ടിലേക്ക് കൂടിയുള്ള ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പം സന്തോഷ് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ എത്രയോ കാലം അടിമകളാക്കിയൊക്കെ വെച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരെ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവിടെ നിന്ന് എന്താണ് ഒരുപക്ഷെ നമ്മളെ നാടിന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള മലയാളിക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും നേതൃത്വത്തിനും ആരുമാവട്ടെ ഭരണകർത്താക്കൾക്കൊക്കെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഈ നാട്ടിൽ വെച്ച് എന്തെങ്കിലും കാണാൻ സന്തോഷം പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ. കാരണം ഞാൻ UK ആദ്യമാണെങ്കിലും ഞാൻ USA അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്, ഓസ്ട്രേലിയൻ ട്രിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വലിയ എൻ്റെ ഉള്ളിലടക്കമുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ
മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, എങ്ങനെയാണ് നമ്മളെപ്പോഴും പറയും നമ്മുടെ പ്രകൃതി അമ്മയാണ് എന്നൊക്കെ നമ്മൾ വാദോരാതെ ജൂൺ 5 നമ്മൾ ഒരു മരം നട്ടുകൊണ്ട് എന്താ പറയുക പ്രകൃതിയെ സ്നേഹിക്കാം എന്ന് പറയുകയും 6-ാം തീയതി 7-ാം തീയതി അതൊക്കെ മരം ഉണങ്ങിപ്പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ മുഴുവൻ മരങ്ങളും മുറിച്ച് കളയുകയും ചെയ്യും. പക്ഷേ എനിക്ക് USA ട്രിപ്പും പ്രത്യേകിച്ച് UK, ഞാനിപ്പോൾ സ്കോട്ട്ലാൻഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എത്ര സൗന്ദര്യമാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ പൗരന്മാരും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ പ്രകൃതിയെ എങ്ങനെയാണ് ഇവർ അങ്ങനെ തന്നെ പറയാം. എത്രത്തോളം അവരെ ഒരു കുട്ടികളെ നോക്കുന്നത് പോലെയാണ് ഇവിടുത്തെ പ്രകൃതിയെ നോക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു കാര്യത്തിലുള്ള അച്ചടക്കം കാര്യം. കാരണം എനിക്ക് അറിയാൻ സാധിച്ചത് വലിയ ടാക്സ് അവരവരുടെ വരുമാനത്തിനനുസരിച്ചുള്ള ടാക്സ് ഇവിടുത്തെ സർക്കാർ വാങ്ങുമ്പോഴും പക്ഷെ ബേസിക്കലി കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ യാത്രകൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചു. അതിലപ്പുറം ഞാനിനി നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഇപ്പം എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ബിജു കൃഷ്ണനായിട്ട് സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചപ്പോൾ വലിയ അത്ഭുതമാണ്. കാരണം ഇനി ഒരുപക്ഷെ നമ്മൾ എന്താ പറയുക 10 ശബ്ദ മലിനീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ അറിയാതെ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി അടിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ മനുഷ്യ സ്വൈര ജീവിതം പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവിടെയാണ് ഒരുപക്ഷെ ഇതുപോലുള്ള ബ്രിട്ടൻ അല്ലെങ്കിൽ ഇതുപോലെ വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയേണ്ടത്. കാരണം ഒരു സ്ഥാനാർത്ഥിയെ അവർ പഠിച്ചുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥി ആ സ്ഥാനത്തിരിക്കാൻ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാൾ ആ സ്ഥാനത്തിരിക്കാൻ കൃത്യമായിട്ട് യോഗ്യതയുണ്ടോ എന്ന് പലപ്പോഴും ഇവിടുത്തെ വോട്ടർമാർ തിരിച്ചറിയുന്നത് അവരത് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരുപാട് ഡിബേറ്റ്സുകളാണ്, സംവാദങ്ങളാണ്. ആ സംവാദങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെയാണ് ആ സ്ഥാനാർത്ഥി ഇതിന് പ്രാപ്തനാണ് എന്ന് തിരിച്ചറിയുകയും വോട്ട് ചെയ്യാൻ പോവുകയും വോട്ട് ചെയ്യുന്നു. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പോസ്റ്റർ പ്രചരണമോ വലിയ ഫ്ലക്സ് അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ വലിയ ശബ്ദ എന്താ പറയുക ഉച്ചഭാഷണയിലൂടെയുള്ള ശബ്ദ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടൊന്നല്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഇനിയിപ്പം കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പായാലും അത് ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇതൊക്കെ സാധാരണക്കാരൻ്റെ പണമാണ്. അവൻ്റെ നികുതി പണം അടക്കം എടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം നടത്തുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ യൂറോപ്യൻ രാജ്യത്തൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് ഇത്രയും കാലമായിട്ടും നമുക്കത് അനുകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. ഇതിനേക്കാളും കൂടുതൽ സഞ്ചരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരുണ്ടാകാം. ഇതിനൊക്കെ വളരെ സഞ്ചാരത്തിൻ്റെ കുറച്ചേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരുമായി വലിയ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നേതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ അത്രയും കാലം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഇതുപോലുള്ള ലോകരാജ്യങ്ങളടക്കം സന്ദർശിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗം, ഞാൻ മുഴുവൻ എന്ന് പറയുന്നില്ല, കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ പോലെ ജനാധിപത്യത്തിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷെ ചില അടിസ്ഥാനപരമായി ചെയ്യേണ്ട പല കാര്യങ്ങൾ പോലും ഇത്രയും കാലമായിട്ടും നമ്മൾ ചെയ്യുന്നില്ല എന്നത് ഭയങ്കര സങ്കടകരമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാത്തതുണ്ടായിരിക്കാം. കാരണം അത് ഇനിയും ഇവിടെ ജീവിക്കുന്നവരുമായിട്ട് കുറെ സംസാരിച്ചാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ എൻ്റെ ചെറിയ യാത്രകൾക്കിടയിൽ ഇവിടുത്തെ ഒരു ഡിസിപ്ലിൻ, കാരണം ചെറിയൊരു കാര്യമായിക്കോട്ടെ, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും അത് ക്യൂ നിന്നിട്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ സാധനങ്ങൾ വാങ്ങുന്നു. ഒരു ചോക്ലേറ്റിന്റെ കടലാസ് പോലും നമുക്കൊരു പൊതു ഇടത്തിൽ നമുക്ക് വലിച്ചെറിയാൻ തോന്നില്ല. അത് നമ്മളെ പോക്കറ്റിൽ വെച്ചുകൊണ്ടോ അല്ല അടുത്തൊരു സ്ഥലത്ത് വേസ്റ്റ് ബിൻ കാണുന്നത് വരെ നമ്മളത് കയ്യിൽ വെച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ. കാരണം നമ്മുടെ വീടുകൾ മാത്രം നമുക്ക് സുന്ദരമായ പോരാ, നമ്മുടെ തെരുവോരങ്ങളും നമ്മുടെ പബ്ലിക് സ്പേസുകളും നമുക്ക് സുന്ദരമാക്കണം. നമ്മുടെ ജലാശയങ്ങൾ നമുക്ക് സുന്ദരമാക്കണം. കാരണം ഞാനിപ്പോൾ സ്കോട്ട്ലാൻഡിലൊക്കെ വന്നിട്ട് നന്നായിട്ട് പച്ചവെള്ളം കുടിച്ച ഒരാളാണ്. നല്ല തണുപ്പിലാണ്, കാരണം അത് കുട്ടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ വെള്ളം. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്രയും ജലാശയങ്ങളും ജലസ്രോതസ്സും ഉണ്ടായിട്ട് പോലും നമുക്ക് പലപ്പോഴും ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം നമ്മളത് വൃത്തികേടാക്കിയാണ്. ഇവിടെ അതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ. പിന്നെ ഇവർ ആർട്ടിനെ എങ്ങനെ കാണുന്നു എന്നതും ഒക്കെ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സന്തോഷിൻ്റെ കൂടെ യാത്രയിലേക്കൂടെ പോകുന്ന സമയത്ത് സ്കോട്ട്ലൻഡിലെ ചില ഗ്രാമത്തിന്റെ സൈഡിലേക്കൂടെ പോകുന്ന സമയത്ത് സന്തോഷം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കുവേരി വയലുകളൊക്കെ കണ്ടത് എന്ന് പറയുന്നത്. അതാണ് സ്കോട്ട്ലൻഡ് ഒരു പ്രത്യേകത തന്നെയാണ്. എപ്പോഴും നാച്ചുറൽ ചെയ്യുന്ന ഇതാണ്.
ഏതായാലും അടുത്തത് ഇനിയിപ്പം സന്തോഷിന്റെ ഇത്തരത്തിൽ സന്തോഷം പറഞ്ഞത് സത്യം പറഞ്ഞാൽ വാക്കുകളിലേക്ക് കൂടെ പിന്നെ ഒരു ശക്തമായ പ്രതികരണങ്ങളായത് ഓരോന്നും. കാരണം നമ്മുടെ സമൂഹവും നമ്മുടെ സമാജവും നമ്മുടെ നാട്ടിലുള്ള ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിലേക്കൂടെയൊക്കെ നമ്മൾ അറിയേണ്ട കുറേ സത്യങ്ങളുണ്ട്. കാരണം ഒരുപാട് ചെറുപാടാക്കാതെ ആശയങ്ങൾ നമ്മൾ സംവാദനം നടത്തി അതിൽ നിന്ന് നല്ലതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത്. കണ്ടമാനം ഉള്ള ചെലവുകളൊന്നുമില്ല. അത് നമ്മുടെ നാട്ടിൽ കടന്നു വേണ്ടത് തന്നെയാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാലം മുന്നോട്ടേക്കാണ് പോകുന്നത്. പല ചേഞ്ചുകളും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇനി അത് മുന്നോട്ടേക്ക് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഇനിയിപ്പോൾ സന്തോഷിന്റെ അടുത്ത ഇപ്പോൾ സ്കോട്ട്ലൻഡ് യാത്ര എനിക്ക് തോന്നുന്നു തീർന്നു കഴിഞ്ഞ അടുത്ത നിങ്ങളെ ഇനിയും 2-3 ഷോകളുണ്ട്. അപ്പം എവിടെയൊക്കെയാണ് ഇനി അടുത്ത നമ്മുടെ 3 ഷോകൾ ഉള്ളത്? ഇപ്പം ഞങ്ങൾ 20-ാം തീയതി ലണ്ടനിലാണ് ഷോ ചെയ്യാൻ പോകുന്നത്. സ്ഥലത്തിന്റെ പേരെന്താണ്? ക്രോയ്ഡോൺ. അവിടെയാണ് ഞങ്ങൾ 7 മണിക്കാണ് ഷോ ചെയ്യാൻ പോകുന്നത്. AG പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന അശ്വതി ഗോപു എന്ന് പറയുന്നവർ 2 പേരാണ് ആ ഷോ അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. 21-ാം തീയതി നോട്ടിംഗ്ഹാമിൽ ഷോ ചെയ്യുന്നു. 22-ൽ ഗ്ലോസ്റ്ററിൽ ഷോ ചെയ്യുന്നു. ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ ഒരു നാടകത്തോടുള്ള വല്ലാത്ത ഒരു കലയുടെ വലിയൊരു പാരമ്പര്യമൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിലാണ്. കലയോടുള്ളൊരു വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ തിയേറ്ററിനോട്, നാടകത്തിനോട്. അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല എനിക്കിങ്ങനെ ഒരു നാടകവുമായിട്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കൂടെ എൻ്റെ മകനും ഉണ്ട്. കാരണം അവനാണ് എൻ്റെ ടെക്നിക്കൽ കോർഡിനേഷൻ മുഴുവൻ ചെയ്യുന്നത്. ഞാൻ അവനുമായിട്ട് എനിക്കിങ്ങനെ ഈ രാജ്യം ചുറ്റാൻ പറ്റുമെന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തോ വലിയൊരു മഹാഭാഗ്യം. കാരണം ലണ്ടനൊക്കെ നമ്മുടെ ഒരു സ്വപ്ന രാജ്യമാണ്. ആ ലണ്ടനിലൊക്കെ പോയിട്ട് മലയാളി ഓഡിയൻസിൻ്റെ മുന്നിലാണെങ്കിൽ പോലും, കാരണം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. അവിടെയൊക്കെ പോകാൻ പറ്റുന്നു, കുറേ പേരെ പരിചയപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 3 സ്ഥലത്താണ് ഇനിയുള്ള എൻ്റെ ഈ ഡ്രാമ ടൂർ. പറ്റാവുന്നവരൊക്കെ വരിക. സന്തോഷം പറഞ്ഞ സത്യമാണ്. ലോകത്തിന്റെ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു നഗരമാണ് ലണ്ടൻ. ലണ്ടൻ പോലുള്ള ഒരു നഗരത്തിൽ വന്നു നിന്ന് ഒരുപക്ഷെ തളിപ്പറമ്പ് കീഴാറ്റൂരിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഒരു ചെറിയ സ്വപ്നങ്ങളിൽ നിന്ന് നടന്ന് ചെയ്യാൻ ഇന്ന് ഏറ്റവും വലിയൊരു ടൗണിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് നടത്താൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു അല്ല. രണ്ട് തരത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് എന്റർടൈൻമെന്റ് വേണം. എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റും നമ്മുടെ ലോകത്തുണ്ട്. അപ്പൊ കല കേവലം വിനോദോപാധി മാത്രമല്ല, കേവലം അത് എന്റർടൈൻ ചെയ്ത് എന്താ പറയുക നമ്മൾ അടിപൊളിയാക്കി, പുതിയ കാലത്തെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളിയാക്കി പോകേണ്ടതല്ല. പക്ഷെ ഒരുപാട് സാംസ്കാരിക വിനിമയങ്ങൾ ഒത്തുചേരുന്ന, നമ്മളെ ചിന്തകളെ അടക്കം പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ ഇടം കൂടി നമ്മൾ ഈ കലയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ സോളോ എന്തിനു കളിക്കുന്നു, പെണ്ണടൻ എന്തിനു അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്, അതിൽ ഈ പറയുന്ന ഒരുപാട് ജീവിതങ്ങൾ, അറിയാത്ത ജീവിതങ്ങൾ, കുമാരനാശാനെ പോലെയുള്ള മഹാകവികളുടെ കവിതകൾ, അക്കാലത്തുണ്ടായ അനുഭവങ്ങൾ, സ്ത്രീകൾ നേരിട്ട അനുഭവങ്ങൾ, ഇതെല്ലാം ഈ ഡ്രാമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാംസ്കാരിക വിനിമയങ്ങൾ ഇതിലൂടെ കാണിക്കാൻ പറ്റുന്നു. അല്ലാതെ എല്ലാ കലയും ഞാൻ അത്രയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ള പല പ്രതിഭകളും ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. പക്ഷെ എങ്കിലും മൂല്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. വാല്യൂസ് അതെല്ലാത്തിലും ഉണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ ചർച്ച ചെയ്ത പോലെ നമ്മുടെ പൊളിറ്റിക്സിൽ വാല്യൂസ് ഇല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വാല്യൂ നഷ്ടപ്പെടുന്നു, നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ വാല്യൂ നഷ്ടപ്പെടുന്നു, ബിസിനസ്സിൽ കച്ചവടത്തിൽ പോലും നല്ല വാല്യൂസ് ഉണ്ടാകണം. അപ്പോൾ ആ വാല്യൂ നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് കുറച്ച് എന്താ പറയുക ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എങ്ങനെ ഒരു കൾച്ചർ വാല്യൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പം സന്തോഷം നമ്മൾക്ക് ഏകദേശം നമ്മളെ ചുരുക്കിയതിലേക്ക് നമുക്ക് പോവാം. അവസാനത്തേത് സന്തോഷിന്റെ ഇനി ഒരു പ്ലാനും കൂടി, മെയിലും കൂടി ഒരു പ്ലാനെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ പോകുന്നുണ്ട് അല്ലേ? അയർലൻഡ് ഡബ്ലിനിൽ ഒരു പ്രോഗ്രാം മെയിലുണ്ട് അല്ലെ? മെയ് 9-നാണ് അയർലൻഡ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു UK-യിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് ഏറ്റെടുത്ത് ഈ പെൺനടൻ എന്ന് പറയുന്ന ഒരു സോളോ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവിടെ വലിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും ഇതുകൊണ്ട് സന്തോഷം. ഇനി ഒരുപാട് വേദികൾ ഉണ്ടാവട്ടെ. ഇവിടെ മാത്രമല്ല, UK-യിൽ മാത്രമല്ല, മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ എന്നും സന്തോഷമുണ്ടാവട്ടെ. സിനിമാ മേഖലയിലും ഇനിയും ഓരോ വർഷങ്ങൾ കഴിയും തോറും വലിയ വളർച്ചകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും UK-യിലുള്ള മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും എക്സ്പെഷ്യലി സ്കോട്ട്ലൻഡ് മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും എല്ലാവിധ ആശംസകളും നേരുന്നു.
താങ്ക് യു സന്തോഷ്. താങ്ക് യു. ഇനിയും ഒരുപാട് മനുഷ്യരെ കാണാൻ സാധിക്കട്ടെ, അവരോട് സംവദിക്കാൻ സാധിക്കട്ടെ, അവരോട് ചിരിക്കാൻ സാധിക്കട്ടെ, വിശേഷങ്ങൾ പങ്കുവെക്കാൻ സാധിക്കട്ടെ. ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് എന്നെ കാണുവാനും സാധിക്കുക. ആ യാത്രകൾ നമുക്ക് ഒരുമിച്ച് തുടരാം. എന്തായാലും സ്കോട്ട്ലൻഡ് അനുഭവം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാകുന്നു. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ബിജു കൃഷ്ണനും, അതുപോലെ UK യിലേക്ക് എന്നെ കൊണ്ടുവന്ന മജേഷ് എന്ന് പറയുന്ന ലിവർപൂളിലുള്ള സരിഗമ ഡാൻസ് സ്റ്റുഡിയോ നടത്തുന്ന മജേഷിനും ഈ അടുത്ത 3 പ്രോഗ്രാമുകൾ ചെയ്യുന്ന AG പ്രൊഡക്ഷൻസ് അശ്വതി ഗോപി എന്ന് പറയുന്ന അവർക്കും, അതുപോലെ ഈ നാടകം കാണാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം.